Greetings in the matchless name of our Lord and Savior Jesus Christ. നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. We live in a world where success are celebrated. നമുക്കറിയാം, നാം ജീവിക്കുന്നതായിരിക്കുന്ന ഈ ലോകത്തിൽ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു ലോകമാണ് നമ്മളുടേത്. Achievements are celebrated like anything. നമുക്കറിയാം, നേട്ടങ്ങൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നവരായിട്ടാണ് ഇരിക്കുന്നത്. We can see that, when people receive a promotion, ആളുകൾക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുമ്പോൾ, or when they buy a vehicle or a house, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനമോ അല്ലെങ്കിൽ ഒരു പുതിയ വീടോ നമ്മൾക്ക് ലഭിക്കുമ്പോൾ, when they get something very extraordinary, അവർക്ക് എന്തെങ്കിലും അത്യപൂർവമായിരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ നേട്ടം ലഭിക്കുമ്പോൾ they are thankful and they praise God. നമുക്കറിയാം, ആളുകൾ അവർ വളരെ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുകയും ആ നേട്ടങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന നാം കാണാറുണ്ട്. See, sad to say, many of us are also like that. എന്നാൽ നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. If floor is open to share what God has done in our lives, how many of us will stand up and say that, God has really blessed me? ഇന്ന് ദൈവം നമ്മൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര പേർക്ക് അത് വിനിയോഗിക്കുവാനായിട്ട് താല്പര്യമുണ്ട്? We also look, scan our previous year and see if there is something extraordinary happened in my life. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ചരിത്രം നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് ആലോചിച്ച് ദൈവം നമ്മൾക്ക് നൽകിയ വലിയ നന്മകളെക്കുറിച്ച് ഓർത്താൽ ഒരു പക്ഷേ നമ്മൾക്ക് അങ്ങനെ നന്ദി പറയുവാനുള്ള താല്പര്യങ്ങളുണ്ടാകും. So maybe a 50% at least of the people will find nothing in their life to really praise God. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പകുതി ആളുകൾക്ക് അങ്ങനെ വലിയ നന്ദി പറയുവാൻ ആവശ്യമായിരിക്കുന്ന എന്തെങ്കിലും നന്മകൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറയുവാൻ ഒരു പക്ഷേ സാധിക്കുകയില്ല. But if you open God's word, we see an entirely different perspective. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് നൽകുന്നത്. As God's children, we all should have the God's perspective with us. നമ്മൾ അറിയാം, നമ്മൾ ദൈവമക്കളാണ്, ദൈവജനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുള്ളവരായി ഇരിക്കുവാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. So I would like to bring before you and before me also from a portion of the scripture the God's perspective on praising and thanking him. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് പ്രത്യേകാല ഒരു ഭാഗം എടുത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, നമ്മൾക്ക് ലഭിച്ച നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ആവശ്യകതയെ കുറിക്കുന്നതായിരിക്കും ചില ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. So I would like to title my message today. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം ഇപ്രകാരമാണ്: As believers, reasons for gratitude. അപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട് ആവശ്യമുള്ളത്. So for that I have selected the scripture portion from the book of Psalms. സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് ആധാരമായിരിക്കുന്ന വേദഭാഗം എടുത്തിരിക്കുന്നത്. We already read Psalm 8 this morning. രാവിലെ നമ്മൾ 8-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിച്ചു. So let us again take another psalm and go through it. അപ്പോൾ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിൽ നമുക്ക് മറ്റൊരു സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കാം. Please turn with me to the book of Psalms and also to Psalm number 65. അപ്പോൾ ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് സങ്കീർത്തനം 65-ൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. There are multiple reasons we can find in this psalm to praise and thank God. പ്രിയമുള്ളവരെ, 65-ാം സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തുതി കരയേറ്റുവാനുള്ള അനവധി ചിന്തകൾ, അനവധി കാരണങ്ങൾ നമ്മൾക്ക് ഈ ഒരു 65-ാമത്തെ സങ്കീർത്തനത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. I would like to share with you 4 such important reasons. അപ്പോൾ അങ്ങനെയുള്ള 4 പ്രധാന കാരണങ്ങൾ ഈ 65-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Psalm 65, we are very familiar with the Psalms. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ പൊതുവേ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ്. But if you look into specifically on Psalm 65, it is considered as being sung during the Feast of Tabernacle. അപ്പോൾ നമ്മൾ ഈ 65-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അവർ ആലപിച്ചിരുന്നതായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 65-ാം സങ്കീർത്തനം. When we examine the book of Leviticus, we find there were 7 feasts being celebrated by the Israelites
in the Old Testament. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്കറിയാം, ലേവ്യ പുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും 7 പെരുന്നാളുകൾ, 7 ഉത്സവങ്ങൾ യഹൂദന്മാർ ആചരിച്ചിരുന്നു നമുക്ക് Out of മനസ്സിലാക്കാൻ that, സാധിക്കും. 3 were very important. അതിൽ 3 വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന First ഉത്സവങ്ങളായിരുന്നു. one was called the Feast of the Passover. അപ്പോൾ ആദ്യത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്സവം എന്ന് പറയുന്നത് പെസഹായുടെ ആ പെരുന്നാളാണ്. So during that feast they remember God's redemption. അപ്പോൾ ദൈവം അവർക്ക് നൽകിയതായിരിക്കുന്ന ആ വലിയ വിടുതലിൻ്റെ അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ ഓർമ്മയാണ് ഈ ഒരു പെസഹ പെരുന്നാളിൽ അവർ ഓർക്കുന്നത്. From the land of Egypt. മിസ്രൈമിൽ നിന്ന് അവർക്ക് ലഭിച്ചായിരിക്കുന്ന ആ വിടുതലിൻ്റെ അനുഭവം. Second another important feast is Feast of Weeks, or the Feast of Pentecost. അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നതായിരിക്കുന്ന മറ്റൊരു പെരുന്നാൾ അവർക്കുണ്ട്. So that is a celebration of the wheat harvest. അത് ഈ ഗോതമ്പ് കൊയ്ത്തിൻ്റെതായിരിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് അവർ And ആചരിക്കുന്നത്. third one is the Feast of Tabernacle. ആ മൂന്നാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. That is, after harvesting the entire grain, they celebrate this. കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൃഷിയുടേതായിരിക്കുന്ന എല്ലാ വിളവുകളുടെയും സംഭരണത്തിന് ശേഷം, അല്ലെങ്കിൽ അവയെല്ലാം ശേഖരിച്ചതിന് ശേഷമുള്ള ഒരു ആഘോഷത്തിൻ്റെതായിരിക്കുന്ന ഒരു പെരുന്നാളായിട്ടാണ് ഈ ഒരു പെരുന്നാൾ ഇരിക്കുന്നത്. It is being celebrated at the end of the agricultural period. അപ്പോൾ ഒരു കാർഷിക വർഷത്തിൻ്റെ അവസാനം അതിൻ്റെ എല്ലാ ധാന്യവിളകളും സംഭരിച്ചതിന് ശേഷമുള്ള ഒരു പെരുന്നാൾ എന്നുള്ള നിലയിലാണ് ഈ പെരുന്നാൾ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ കളപ്പുരകളെല്ലാം നിറഞ്ഞ ഇങ്ങനെ ധാന്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ആഘോഷിക്കുവാൻ, സന്തോഷിക്കുവാൻ മതിയായതായിരിക്കുന്ന കാരണങ്ങളുണ്ട്. That context makes the Psalm 65 very meaningful. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ 65-ാം സങ്കീർത്തനം ചിന്തിക്കുമ്പോൾ അത് വളരെ അർത്ഥപൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. So we need to learn many things, because in the context of a very big physical blessing, the psalmist is writing this psalm. അപ്പോൾ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന വലിയ ഭൗതികമായിരിക്കുന്ന ഒരു സമൃദ്ധിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഈ ഒരു സങ്കീർത്തനത്തെ നമുക്ക് ബന്ധപ്പെടുത്തി കാണുവാനായിട്ട് സാധിക്കും. The reasons which is stating is really something which is not going with that particular season. എന്നാൽ ഈ ഒരു സങ്കീർത്തനം നമ്മൾ മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ ആ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തെ മാത്രം ബന്ധപ്പെടുത്തിയല്ല ഈ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. They are celebrating that plentiful years and the plentiful harvest there definitely is an item for praise in this psalm. ആ വർഷം അവർക്ക് ലഭിച്ചതായിരിക്കുന്ന വലിയ സമൃദ്ധി അല്ലെങ്കിൽ ധാന്യ സമൃദ്ധിയെ ഓർത്ത് സന്തോഷിക്കുവാൻ, ആഘോഷിക്കുവാൻ കാരണങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഈ ഒരു സങ്കീർത്തനത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കാരണങ്ങളായിട്ട് ദാവീദ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. When you come to this psalm, we will understand the first and foremost reason is not their physical blessing. പ്രിയമുള്ളവരെ, അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ഒരു സമൃദ്ധിയല്ല ആദ്യത്തെ കാരണമായിട്ട് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നന്ദി പറയുവാനായിട്ട് അവർ കാണുന്നു. He is stating another reason to praise and thank God. സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു സമൃദ്ധിയുടേതായിരിക്കുന്ന സന്തോഷത്തിന്റെ കാരണമല്ല. That is the first reason. Let us see that reason from verses 1 to 4. ഇവിടെ ഒന്നാമത്തെ കാരണം നമ്മൾക്ക് 65-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So praise is due to you, O God in Zion, and to you shall woes be performed. Verse 1. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. Verse 2. O you who hear prayer, to you shall all flesh come. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജനവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. Verse 3. When iniquities prevail against me, you atone for our transgressions. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. Verse 4. Blessed is the one you choose and bring near. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. To dwell in your courts. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. We shall be satisfied with the goodness of your house, the holiness of your temple. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരത്തിലെ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. So in the context of harvest, the first reason for worshipping or first reason for giving thanks to God is not harvest.
പ്രിയമുള്ളവരെ, ഇവിടെ അവർ കൂടാര പെരുന്നാൾ ആചരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അവരുടെ മുമ്പിലുണ്ട്, അതിൻ്റെ ഉത്സാഹവും അതിൻ്റെ നന്ദിയും അവരുടെ ഹൃദയങ്ങളുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിലെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യത്തെ കാരണം അവരുടെ ഭൗതികമായിരിക്കുന്ന സമൃദ്ധിയല്ല. His priorities are different. അവിടെ താന് ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ നന്ദി പറയുവാൻ തിരഞ്ഞെടുത്ത കാരണം അതിൻ്റെ മുൻഗണന എന്ന് പറയുന്ന മറ്റൊരു കാരണമാണ്. Look at verse 3. When iniquities prevail against me, you atone for our transgressions. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. So I would like to put a title for these 4 verses as the first reason. അപ്പോൾ ഈ 4 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. God forgives and draws us near is the first and foremost reason for us to give thanks to God. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുകയും നമ്മളുടെ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുള്ള ആദ്യത്തെ കാരണമായിട്ട് ദാവീദ് സങ്കീർത്തനക്കാരനോട് തിരഞ്ഞെടുത്തിരിക്കുന്നു. We remember that when we gather together like as a church during Sundays and worship meetings, we remember, God, thank you for forgiving our sins. നമുക്കറിയാം, നമ്മൾ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ പറയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവമേ, നീ ഞങ്ങളെ രക്ഷിച്ചല്ലോ, ഞങ്ങൾ പാപികളായിരുന്നു, ഞങ്ങളെ വിടുവിച്ചല്ലോ എന്നുള്ള കാരണം ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയും. That should not limited to Sunday meetings alone. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം നമുക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം മതിയോ? Throughout our life, our most important reason to give thanks to God is our forgiveness. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും ഏത് സാഹചര്യത്തിലും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട്, അവന് നന്ദി കരയേറ്റുവാനുള്ള ആദ്യത്തെ കാരണമായിട്ടിരിക്കേണ്ടത് ദൈവം നമ്മൾക്ക് നൽകിയതായിരിക്കുന്ന പാപക്ഷമയുടെ ഓർമ്മയും ദൈവം നമ്മൾക്ക് നൽകിയ വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ ഓർമ്മയുമായിരിക്കണം. Because God forgives and draws us near. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിടുവിക്കുകയും വിമോചിപ്പിക്കുകയും തൻ്റെ അടുക്കലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. So in verse 3 we read in verse 3, when iniquities prevail against me, you atone for our transgressions. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങൾ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. See, he is concerned about his sin. The psalmist is concerned about his sin. നമുക്കറിയാം, ദാവീദ് സങ്കീർത്തനക്കാരൻ തന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, തനിക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ വലിയൊരു പോരാട്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം തനിക്കുണ്ട്. He is not a hypocrite. He is confessing before God, I have a real fight with the sin of God. പ്രിയമുള്ളൊരു സങ്കീർത്തനക്കാരൻ ഇവിടെ ഒരു കപടഭക്തിക്കാരനോ അല്ലെങ്കിൽ കാര്യങ്ങളെ ഒളിച്ചു വെക്കുന്നവനായിട്ടല്ല ഇരിക്കുന്ന. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ, എന്റെ പാപങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, ഞാൻ നിന്റെ ദൃഷ്ടിയിൽ ഒരു പാപിയാണെന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളവനായിട്ടാണ് സങ്കീർത്തനക്കാരൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് ആ രീതിയിലുള്ള ഒരു ബോധ്യം, യഥാർത്ഥമായിരിക്കുന്ന ഒരു ബോധ്യം നമ്മൾക്കുണ്ടോ? What is our greatest problem? നമ്മളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? Many of us may think our greatest problem is people of other faith. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, മറ്റു മതത്തിലുള്ള ആളുകളാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. And we start hating them. നമുക്കറിയാം, നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ വെറുക്കുവാനായിട്ട് ശ്രമിക്കും. We try to collect data to defeat them. അവരോട് സംവാദിക്കുവാൻ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അറിവുകളൊക്കെ നമ്മൾ സമ്പാദിക്കും. But psalmist is not saying his enemies are not his biggest problem. പ്രിയമുള്ളവരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം അറിയാം, മറ്റു ആളുകളല്ല എൻ്റെ പ്രശ്നം, അവരല്ല എൻ്റെ ശത്രുക്കളായിരിക്കുന്നത്. He understood his biggest problem is his own sin. എൻ്റെ തന്നെ പാപമാണ് ദൈവത്തിന് നേരെ എനിക്ക് അടുക്കുവാൻ സാധിക്കാത്ത എൻ്റെ പാപമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എൻ്റെ ശത്രു എന്നുള്ള കാര്യം ദാവീദിന് മനസ്സിലായി. But there is a good news in the second part of that verse. He says, എന്നാൽ അങ്ങനെ തന്നെ ഒരു ബോധ്യമുള്ളവനായി താനിരിക്കുമ്പോൾ, താനൊരു പാപിയാണെന്നുള്ള ബോധ്യമുള്ളവനായിരിക്കുമ്പോൾ അതിനൊരു നല്ല ഒരു വശമുണ്ട്, ഒരു മറുവശം കൂടിയുണ്ട്. God has dealt with his sin. എന്നാൽ തനിക്ക് തന്റെ പാപത്തെക്കുറിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, തന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്റെ ദൈവത്തിന് സാധിക്കും. God has dealt with our own sins of. പ്രിയമുള്ളവരെ, നമ്മളുടെ പാപത്തിന്റെ പരിഹാരം നമ്മളുടെ രക്ഷകനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തുതി കരയേറ്റുവാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവൻ നമ്മളുടെ പാപങ്ങളെ പരിഹരിച്ചു എന്നുള്ളതാണ്. See, we know David lived during the Old Testament sacrificial system. നമുക്കറിയാം, ദാവീദ് ജീവിച്ചത് പഴയ നിയമ യാഗങ്ങൾ കഴിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. So we don't know how far he understood the ultimate sacrifice in the Lord Jesus Christ. ഒരുപക്ഷേ ഇനിയും വരുവാനുള്ള ഒരു പരമമായിരിക്കുന്ന ഒരു യാഗത്തെക്കുറിച്ച്, കർത്താവിന്റെ ആ കാൽവരി ക്രൂസിലെ യാഗത്തെക്കുറിച്ച് എത്രമാത്രം അറിവുള്ളവനായിട്ടാണ് ദാവീദ് ഇരുന്നതെന്ന് നമ്മൾക്കറിയില്ല. Maybe he prophetically saying that,
you atone for our transgressions. നീ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് പ്രവചനാത്മാവില് താൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. But as New Testament believers, we really know with the help of the New Testament that through Jesus Christ, the God the Father has performed that atonement once and for all. പ്രിയമുള്ളവരെ, എന്നാൽ ഈ പുതിയ നിയമകാലത്തിൽ ഈ കൃപയാ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾക്കറിയാം, നമ്മൾ പുതിയ നിയമത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വലിയവനായിരിക്കുന്ന ദൈവം തൻ്റെ ഓമനകുമാരനിൽ കൂടി, തൻ്റെ പുത്രനിൽ കൂടി നമ്മളുടെ പാപത്തിന് പരിഹാരം വരുത്തി ഇന്ന് നമ്മളെ പാപമില്ലാത്തവരാക്കി തീർത്തിരിക്കുന്നു. So God forgave our sins. That is the greatest item, praise item. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാൻ, അവന് നന്ദി പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒന്നാമത്തെ കാരണമായിട്ടിരിക്കുന്നത് അവൻ നമ്മളുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തി നമ്മൾക്ക് പാപക്ഷമ ലഭിച്ചു എന്നുള്ളതാണ്. We have received pardon from God. ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് പാപത്തിന്റെ ക്ഷമ ലഭിച്ചു. Our sins have been forgiven. പ്രിയമുള്ളവരെ, നമ്മളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞു. That is the praise item number 1 in his list of praise. അതുകൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമായിട്ട് താൻ പറയുന്നത് എന്റെ പാപത്തിന് ദൈവം പരിഹാരം വരുത്തി. So one more thing he is saying, God not only interested in forgiving our sins, he is looking for fellowship with us. അത് മാത്രമല്ല, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവിടെ എന്നെ അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമായിട്ടുള്ള ദൈവം ഇരിക്കുന്നത്, അവൻ തന്നോടുകൂടെ സഹവസിക്കുവാൻ, തന്നോടുകൂടെ കൂട്ടായ്മയുള്ളവനായിട്ട് എന്നെ തൻ്റെ അടുക്കിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. Look at verse 4. ഇവിടെ 4-ാം വാക്യത്തിൽ നമ്മളതാണ് കാണുന്നത്. Blessed is the one you choose and bring near. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. That is why I put the heading God forgives and draws us near. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തലക്കെട്ടിട്ടത്, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മളെ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. God wants all of us to walk with him. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദിനം തോറും ദിനം പ്രതി ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Companionship, our fellowship. നമ്മളുടെ കൂട്ടായ്മ, നമ്മളുടെ സഹവാസം ഇഷ്ടപ്പെടുന്നവനായിരിക്കുന്ന ഒരു ദൈവം. He is drawing us near to him. അവന്റെ അടുക്കിലേക്ക് നമ്മളെ ആനയിക്കുന്നവനായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അടുപ്പിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. So that's what verse 4 says. Blessed is the one you choose and bring near to dwell in your. 4-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്, നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Yeah. So God not only forgives, he draws us near. പ്രിയമുള്ളവരെ, ദൈവം പാപക്ഷമ നൽകുക മാത്രമല്ല, അവൻ നമ്മൾ തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് നമ്മളെ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നവനായിട്ട് കൂടിയാണ് ഇരിക്കുന്നത്. How it is to walk with God? What is the benefit we are going to get by walking with God? നമുക്കറിയാം എപ്രകാരമാണ് നമുക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടന്നാലുള്ള നമ്മൾക്കുള്ള പ്രയോജനം എന്തൊക്കെയാണ്. The verse 4 ends with stating something very, very interesting. അവിടെ 4-ാം വാക്യത്തിന്റെ അവസാനം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കും. We shall be satisfied with the goodness of your house and holiness of your temple. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. When we walk with God, we will be satisfied. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോടുകൂടി നടക്കുമ്പോൾ നമ്മൾക്ക് തൃപ്തിയുടേതായിരിക്കുന്ന അനുഭവം ഉണ്ടാകും. Is it our experience, dear brothers and sisters? അത് നമ്മളുടെ അനുഭവമാണോ? God is saying, psalmist is telling, walking with God, the nearness of God satisfies us. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാമീപ്യം, ദൈവത്തോടുകൂടി നടക്കുന്നത് നമ്മൾക്ക് തൃപ്തി തരുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ്. Not material blessings. Here it is talking about goodness of God. God's goodness fills us. ഇവിടെ ഭൗതികമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, എന്നാൽ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് നന്മ വരുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം, തണുപ്പ് ലഭിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവം. So first praise item, or first item for gratitude is God forgives and draws us near. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയാനുള്ള ആദ്യത്തെ കാരണമായിട്ട് ഇവിടെ ഇരിക്കുന്നത്, ദൈവം നമ്മളെ പാപങ്ങളെ മോചിച്ചു എന്നുള്ളതും അവൻ തൻ്റെ അടുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ്. And all of us experienced that. We all received forgiveness from God. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു കാര്യം പറയുവാനായിട്ട് സാധിക്കും, അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം എന്നെ മോചിപ്പിച്ചു, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. അത് മാത്രമല്ല, തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ, തന്നോട് സഹവസിക്കാനായിട്ട് എന്നെ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നു. We might not find big achievements in our life. ഒരു പക്ഷേ മറ്റു ആളുകളെ പോലെ നോക്കുമ്പോൾ വലിയ വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട്, അല്ലെങ്കിൽ ഓർക്കുവാൻ സാധിക്കില്ല. Nothing extraordinary might have never happened in our life during the last 1 year. അത്യപൂർവമായിരിക്കുന്ന നേട്ടങ്ങളൊന്നും കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണമെന്നില്ല. But one thing word of God reminds us that God forgave your sins. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, നിന്റെ ഏറ്റവും വലിയ നേട്ടമായിരിക്കുന്നത് നിന്റെ ജീവിതത്തിലെ പാപങ്ങളെ മോചിച്ച് പാപക്ഷമ ലഭിച്ചു എന്നുള്ളതും, നിന്നോടുകൂടെ എന്നോടുകൂടെ സഹവസിക്കുവാനായിട്ട് ഞാൻ നിന്നെ വിളിച്ചു എന്നുള്ളതും. And God invites each and every one of us to walk with him. അവനോടുകൂടെ നടക്കുവാൻ, അവനോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് നമ്മളെ തൻ്റെ അടുക്കിലേക്ക് അവൻ God forgives and draws us near. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും തന്നോട് അടുപ്പിക്കുകയും ചെയ്യും. So verses 5 to 8
The psalmist is listing another one. Here again, he is not bringing the harvest as the second priority. ഇവിടെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറയാനുള്ള രണ്ടാമത്തെ കാരണം നമ്മൾ കാണുന്നത്. അവിടെയും ഭൗതികമായിരിക്കുന്ന അവരുടെ ധാന്യ സമൃദ്ധിയെക്കുറിച്ചല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. See, this particular praise item, we are not much bothered at all. When we read in verses 5 to 8. ഓക്കെ, ഈ രണ്ടാമത്തെ കാരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് നമ്മൾ അത്രത്തോളം ചിന്തിക്കാറോ ബോധവാന്മാരാകാറോ ഇല്ല. So in verses 5 to 8, I would like to give a title, God rules the creation. ദൈവം തന്റെ സൃഷ്ടിയെ ഭരിക്കുന്നു, സൃഷ്ടികളെ ഭരിക്കുന്നു എന്നുള്ള ഒരു തലക്കെട്ടാണ് ഞാൻ ആ ഭാഗത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. God's governing power we can see there. സകലത്തെയും ഭരിക്കുന്ന ദൈവത്തിന്റെ അധികാര ശക്തി. Today we heard about how God has put all the planets and the galaxies together. നമുക്കറിയാം, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കണ്ടു ഈ വലിയ പ്രപഞ്ചത്തെ, ഇത്ര ബൃഹത്തായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനായിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ദൈവം. How he is controlling that is beyond our imagination and our comprehension. പ്രിയമുള്ളവരെ, ആ ഒരു വലിയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സംവിധാനത്തെക്കുറിച്ച്, ദൈവം അതിനെ പരിപാലിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമ്മൾക്ക് ഒരു എത്തും പിടിയും കിട്ടുകയില്ല. Earth itself is moving and all the planets are moving, even the galaxies are moving. ഈ ഭൂമി അതിന്റെ അച്ചാണ്ടിൽ കറങ്ങുന്നത് നമ്മൾ കണ്ടു. മറ്റ് ഗ്രഹങ്ങൾ ഓരോന്നും അതിന്റെ ആ പാതകൾ കൂടി സഞ്ചരിക്കുന്നു. അത് മാത്രമല്ല, ഈ വലിയ ഒരു സൗരയൂഥം തന്നെ അതിൻ്റെതായിരിക്കുന്ന ക്രമത്തിൽ സഞ്ചരിക്കുന്നു. But in a micro level, he is governing even the earth. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനായിരിക്കും ദൈവം. ഇത്ര ചെറിയ ഗ്രഹമായിരിക്കുന്ന ഈ ഭൂമിയെയും അതിലുള്ള നമ്മളെയും പരിപാലിക്കുന്നു, അതിനെ ഭരിക്കുന്നു എന്നുള്ളത് എത്രയോ അതിശയകരമായിരിക്കുന്ന ഒരു സംഭവമാണ്. God rules nature. That is we can observe in this particular. ഇവിടെ ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു, അതിനെ ഭരിക്കുന്നു. So let us read verse 7. 7-ാം വാക്യം നമുക്ക് വായിക്കാം. Who stills the roaring of the seas, the roaring of their waves, the tumult of the peoples. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. The roaring of the sea. നമുക്കറിയാം സമുദ്രങ്ങളുടെ മുഴക്കം. There are various agencies which measure the strength of the hurricane. നമുക്കറിയാം ഈ ഭൂമിയിൽ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ തിരമാലകളെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന അനവധി ഏജൻസികളുണ്ട്. So one US agency called NOAA, NOAA. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഏജൻസിയുടെ പേരാണ് നോവ എന്ന് പറയും, NOAA. അത് വളരെ വിശ്വസനീയമായിരിക്കുന്ന ഒരു ഏജൻസിയാണ് അവർ. അപ്പോൾ ഒരു വലിയ ഒരു കൊടുങ്കാറ്റിന്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് അവരിങ്ങനെ കണക്കുകൂട്ടി. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു പവർ അവർ കണക്കുകൂട്ടി 200 times the electricity generating power of the entire world. അപ്പോൾ ഈ ലോകത്തില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ വൈദ്യുതിയുടെ ശക്തിയുടെ 200 മടങ്ങാണ് ഒരു സാധാരണ കൊടുങ്കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ശക്തി എന്നാണ് അവർ കണ്ടത്. It is a credible data released by this particular agency. അപ്പോൾ അത് വളരെ വിശ്വസനീയമായിരിക്കുന്ന ഒരു കണക്കാണ്. ഈ ഏജൻസി വളരെ വിശ്വസനീയമായിരിക്കുന്ന ഒരു ഏജൻസിയാണ്. Amazing strength and power the hurricanes are. പ്രിയമുള്ളവരെ, ഈ കൊടുങ്കാറ്റ് വളരെയധികം ശക്തിയുള്ളതായിരിക്കുന്ന കൊടുങ്കാറ്റുകളാണ്. But human beings can measure it. നമുക്ക് അതിനെ മെഷർ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ കണക്ക് കൂട്ടി അതിന്റെ ശക്തിയൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. They can predict it. Okay, the hurricane is coming. അത് എപ്പോഴാണ് വരുന്നത്, എതിലെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാനും മനസ്സിലാക്കാനും സാധിക്കും. They can give advance warning and relocate the people. അപ്പോൾ ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനൊക്കെ ആളുകൾക്ക് സാധിക്കും. But no scientist can ever stop it. പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും ഈ വരുന്നതായിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ തടയുവാൻ, അതിനെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. But look verse 7, what it says. എന്നാൽ ഇവിടെ 7-ാം വാക്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? Who stills the roaring of the seas. അവിടെ സമുദ്രങ്ങളുടെ മുഴക്കത്തെ ശമിപ്പിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. See, the hurricane, how powerful they may be, they obey God. പ്രിയമുള്ളവരെ, ഈ കൊടുങ്കാറ്റുകൾ അത് എത്ര ആയിരുന്നാലും എത്ര ശക്തിയുള്ളതായിരുന്നാലും അതിനെ അടക്കുവാൻ, അതിനെ നിർത്തൽ ചെയ്യുവാൻ കഴിയുന്നവനായിരിക്കുന്ന ഒരു ദൈവം. Again when we go back to the Lord Jesus Christ in the New Testament, we have the Gospel of Mark has recorded actually Jesus did the same thing. പ്രിയമുള്ളവരെ, ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അതിന്റെ ആ ഒരു പ്രകടനം നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. Please turn with me to Gospel of Mark chapter 4 verse 39. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. മർക്കോസ് 4:39.
മർക്കോസ് 4:39. And he awoke and rebuked the wind and said to the sea, Peace, be still. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകുക, അടങ്ങുക എന്ന് പറഞ്ഞു. And the wind ceased. നമ്മളോട് വായിക്കുന്നു, കാറ്റ് അമർന്നു. And there was a great calm. വളരെ വലിയ ഒരു ശാന്തത ഉണ്ടായി. What a great God our God is. പ്രിയമുള്ളവരെ, എത്ര വലിയവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Still the seas, the roaring of the sea. നമുക്കറിയാം, കടലിനെ അമർത്തുന്നവനായിരിക്കുന്ന, അതിന്റെ ഹുങ്കാരത്തെ ശമിപ്പിക്കുന്നവനായിരിക്കുന്ന ദൈവം. When you read verse 40, the response of the disciples, he said to them, Why are you so afraid? Jesus said, and to the answer of verse 41, and they were filled with great fear and said to one another, Who then is this that even the wind and the sea obey him? അവര് ശിഷ്യന്മാരുടെ പ്രതികരണം നമ്മളവിടെ കാണുന്നുണ്ട്. അവർ തമ്മിൽ പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് അവർ തമ്മിൽ പറഞ്ഞു. See, David might not have seen anything like this. പ്രിയമുള്ളവരെ, ദാവീദ് തന്റെ ജീവിതകാലത്ത് ഈ കാര്യങ്ങളൊന്നും കണ്ടില്ല. Physically he might not have seen. Maybe, the dividing of the Red Sea and all, he must have heard. ഒരുപക്ഷെ ചെങ്കടലിനെ വായിച്ച ചരിത്രം താൻ വായിച്ചിട്ടുണ്ടാകാം. But he is the one who still the sea. Still the roaring of the sea. പ്രിയമുള്ളവരെ, പക്ഷേ തനിക്കൊരു കാര്യം മനസ്സിലായി, വലിയവനായിരിക്കുന്ന ദൈവം അവൻ കാറ്റുകളുടെ തിരമാലകളുടെ ഹുങ്കാരത്തെ ശമിപ്പിക്കുവാൻ, സമുദ്രത്തെ ശാന്തമാക്കുവാൻ കഴിയുന്നവനാണ്. Is that a praise item, dear brothers and sisters, for us? That God rules the nature. പ്രിയമുള്ളവരെ, ഈ ദൈവം, നമ്മളുടെ ദൈവം ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നവനാണ്, അതിനെ നിയന്ത്രിക്കുന്നവനാണ്, അതിനെ ശാന്തമാക്കുന്നവനാണ് എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുക നമ്മൾക്കുള്ള ഒരു കാരണമായിട്ടാണോ ഇരിക്കുന്നത്? Are we conscious about the power of God, enormous power of the God by which He controls the nature? പ്രിയമുള്ളവരെ, നമ്മൾക്ക് സാധിക്കാത്തതായിരിക്കുന്ന ഈ വലുതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ, നിയന്ത്രിക്കുവാൻ കഴിയുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾക്ക് അവനെ സ്തുതിക്കുവാൻ, അവനെ നന്ദി പറയുവാൻ മതിയായ ഒരു കാരണമായിട്ടാണോ ഇരിക്കുന്നത്? The verse 7 again goes on to say the tumult of the peoples. He is still the tumult of the people. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജാതികളുടെ കലഹവും ശമിപ്പിക്കും. How many tumults happened in the past, dear brothers and sisters? നമുക്കറിയാം, പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്തുമാത്രം കലാപങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. Any of us are we bothered about how many conflicts are happening right now? ഇപ്പോൾ ഈ സമയത്ത് എന്തുമാത്രം പ്രശ്നങ്ങൾ, കലഹങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾക്ക് അറിയാമോ? If you are interested, there also credible data are available. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. There is a university called Uppsala. ഉപ്സാല എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. They count the number of conflicts happened in the past as well as being happened today. പ്രിയമുള്ളവരെ, അവര് ചരിത്രത്തിലുണ്ടായതായിരിക്കുന്ന ഈ കലഹങ്ങളെ, യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന കലഹങ്ങളെ കുറിച്ച് അവർ പഠിക്കാറുണ്ട്. Their data is called UCPDA data. UCPDA ഡാറ്റ എന്നാണ് അവരുടെ ആ ഡാറ്റ അറിയപ്പെടുന്നത്. They are counting the number of conflicts the world had experienced in the past. ഇതുവരെ ഈ ചരിത്രത്തിലുണ്ടായതായിരിക്കുന്ന ഈ കലഹങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കലാപങ്ങളെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ചൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. But all the tumult were kept under control. നമുക്കറിയാം, എന്നാൽ ഈ കലാപങ്ങളെല്ലാം എന്നേക്കും നീണ്ടു നിന്നായിരുന്നില്ല, അതെല്ലാം അമർച്ച ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിർത്തൽ ചെയ്യപ്പെട്ടു. We know Trump is trying his level best to control Iran. നമുക്കറിയാം, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏത് രീതിയിലും കാര്യങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ട് ട്രംപ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, താൻ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും അത് നിർത്തൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ അത് വളരെ ചെറിയൊരു രാജ്യമായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ആ രീതിയിൽ നിലനിൽക്കുവാൻ സാധിക്കില്ല. He is not able to control them. എന്നാൽ ആ കാര്യത്തിൽ അതിനൊരു ക്രമീകരണം വരുത്തുവാൻ ഇപ്പോഴും ട്രംപിന് സാധിച്ചിട്ടില്ല. Look at the past data. ഇതിനു മുമ്പുള്ള കാര്യം, ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ hundreds of tumult experienced by the world. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക കലാപങ്ങൾ, യുദ്ധങ്ങൾ കണ്ടതായിരിക്കുന്ന ഒരു ലോകമാണ് നമ്മളുടെ ലോകം. Our God still even the tumult of the people. ഇവിടെ നമ്മൾ വായിക്കുന്നു, ജാതികളുടെ കലഹങ്ങളെ ശമിപ്പിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. So he makes the earth livable for all of us. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ്? നമ്മൾ വസിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമി അത് ഭയങ്കരമായി തീരാതെ നമ്മൾക്ക് വസിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിനെ ഭരിക്കുന്ന കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നവനായിരിക്കുന്ന ഒരു ദൈവം. So verse 8 says, not only that God rules the creation, God deserves reverence and fear
from the creation. അത് മാത്രമല്ല, ഇവൻ ഈ ലോകത്തെ ഭരിക്കുന്നു, ഭൂമിയെ ഭരിക്കുന്നു, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, താൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഈ ഭൂമിയിലെ ആളുകളിൽ നിന്ന് ബഹുമാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭയം ആഗ്രഹിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. Sad to say, only human beings do not respond. നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ ഈ മഹത്വത്തെ, ഈ ശക്തിയെ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതിരിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. But nature responds. എന്നാൽ പ്രകൃതി ദൈവത്തെ ആരാധിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യും. The poetically, psalmist is saying in verse 8. ഇവിടെ നമ്മൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, So that those who dwell at the ends of the earth are in awe at your signs. ഭൂസീമാവാസികൾ നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. You make the going out of the morning and evening to shout for joy. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. Mornings and evenings they shout for joy when they go. നമുക്കറിയാം, ഉദയവും അസ്തമയവും അവരുടെ യാത്രയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. They do not they simply do not pass. They respond. അവർ വെറുതെ അങ്ങനെ കടന്നു പോവുകയല്ല. അവർ ഓരോ ദിവസവും പോകുമ്പോഴും വരുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്നാണ് ഇവിടെ കാവ്യാത്മകമായിട്ട് സംഗീതക്കാരൻ പറയുന്നത്. If the nature is responding to God's governance, how much more sensible human people like us should respond. ദൈവത്തിന്റെ അധികാരത്തെ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടാണ് ഉദയവും അസ്തവും ഈ ഭൂമിയും ഈ നേച്ചറും എല്ലാം മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Let us read verses 9 and 10. We see another reason ഇവിടെ for showing gratitude to God. ഇവിടെ ദൈവത്തിന് നന്ദി പറയാനുള്ള മറ്റൊരു കാരണം, മൂന്നാമത്തെ കാരണം നമ്മൾ 9-10 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. Let us read. You visit the earth and water it. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. You greatly enrich it. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. The river of God is full of water. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. You provide their grain. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. For so you have prepared it. നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ അതെല്ലാം വായിക്കണം. Verse 10 also we will read. Okay. You water its furrows abundantly. നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു. Settling its ridges. നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. Softening it with the showers. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. And blessing its growth. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. God visits the earth and water it. പ്രിയമുള്ളവരെ, ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. Even this season also we are experiencing rains. ഇപ്പോൾ നമുക്ക് മഴയുടെ സമയമാണ്. We normally take it for granted. Okay, rain coming. നമുക്കറിയാം ഈ rainy season, that is why rain has to come. ഇപ്പോൾ മഴക്കാലമാണ്, കാലവർഷമാണ്, മഴ വരും, അതുകൊണ്ട് മഴ വന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. But God is allowing that to happen. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം അനുവദിക്കാതെ ഈ മഴ ഇവിടെ പെയ്യുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാറുണ്ടോ? God has put the seasons and the time and even the rotating of the earth and the moon that create this particular situation. ദൈവം ഈ കാലാവസ്ഥയും ഋതുക്കളെയും ഒന്നും അനുവദിക്കാതെ ഇതിങ്ങനെ മാറി മാറി വരികയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? So very interesting to say that God visits his creation. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടിയെ സന്ദർശിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിരിക്കുന്ന, നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട്. അവന് ഭൂമിയെ സൃഷ്ടിച്ച് അതിനെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞവനായിരിക്കുന്ന ഒരു ദൈവമായിട്ടല്ലായിരിക്കും. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ സൃഷ്ടിയെ സന്ദർശിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. Not only that, we see in verse 10, you water its furrows abundantly, settling its ridges, softening it with the showers and blessing its growth. 10-ാം വാക്യം, നീ അതിന്റെ ഒഴിവുശാലകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. See, man is doing a lot of things. നമുക്കറിയാം, മനുഷ്യന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. But God provides something which man can never produce. പ്രിയമുള്ളവരെ, ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തരാതെ മനുഷ്യൻ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ട് പ്രയോജനം. Man can plow. നമുക്കറിയാം, നമുക്ക് കിളയ്ക്കാൻ സാധിക്കും. Man can prepare the ground for sowing. നമുക്ക് വയലൊരുക്കാൻ സാധിക്കും, മണ്ണൊക്കെ ആ രീതിയിൽ ശരിയാക്കാൻ സാധിക്കും. But the growth comes from God. എന്നാൽ അതിൽ നിന്ന് ഫലം പുറപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കാതെ അനുവദിക്കാതെ സാധിക്കില്ല. God provides what man cannot produce. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ ഉളവാക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന കാര്യം അത് ദൈവമാണ് നമ്മൾക്ക് വേണ്ടി നിവർത്തിക്കുന്നത്. Growth is happening when you put the seed there. It grows
Only because God makes it grow. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വിത്ത് വിതയ്ക്കുന്നു. അത് വിതയ്ക്കുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ദൈവമാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. Even spiritual realm, that is very true. നമുക്കറിയാം, ഇന്ന് ആത്മീയമായിരിക്കുന്ന ആ തലത്തിൽ നമ്മൾ നോക്കിയാലും അത് വളരെ ശരിയാണ്. When we share the gospel with our neighbor or our friend, നമുക്കറിയാം, നമ്മൾ സുവിശേഷം നമ്മളുടെ മറ്റ് കൂടെയുള്ള അയൽവാസിയോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് പങ്കുവെക്കുമ്പോൾ some of them believe and get saved. ചില ആളുകൾ അത് കേട്ട് അത് അംഗീകരിച്ചത് വിശ്വസിക്കും. Because God, make that seed to grow there. ദൈവമാണ് അവരുടെ ഹൃദയങ്ങളിൽ ആ വിത്ത് വളരുവാനായിട്ട് അനുവദിക്കുന്നത്. So God, prepares, provides what man cannot produce. അതുപോലെ നമ്മൾക്ക് ഉളവാക്കുവാൻ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കാതായിരിക്കുന്ന കാര്യം ദൈവമാണ് അതിനെ മുളയ്ക്കുവാൻ വളരുവാൻ അനുവദിക്കുന്നത്. So it is that way. It is not only applicable to physical world, it is applicable to our spiritual life. അത് ഭൗതികമായിരിക്കുന്ന തലങ്ങളിലുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ആത്മീകമായിരിക്കുന്ന സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അത് അപ്രകാരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. God is the one behind every growth. പ്രിയമുള്ളവരെ, ഏത് വളർച്ചയുടെയും അല്ലെങ്കിൽ ഏത് ഉൽപാദനത്തിന്റെയും പുറകിൽ അല്ലെങ്കിൽ അതിന്റെ കാരണമായിട്ടിരിക്കുന്ന ദൈവം തന്നെ. We have seen growing up of our children. നമുക്കറിയാം, നമ്മുടെ മക്കളുടെ വളർച്ചയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ We might have given them food and rest and sleep and all on time. നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് വിശ്രമിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. But they grew up because God blessed them. എന്നാൽ പ്രിയമുള്ളവരെ, അവർ വളരുന്നത് അവരുടെ പ്രായത്തിന് അനുയോജ്യമായിരിക്കുന്ന രീതിയിൽ അവർക്ക് വളർച്ച ഉണ്ടാകുന്നത് അത് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ്, ദൈവം അവർക്ക് വളർച്ച കൊടുക്കുന്നതുകൊണ്ടാണ്. When people who have not seen us for many years, when they see our children now, they see, oh, they have all grown up. നമുക്കറിയാം, വളരെ നാളുകൾക്ക് ശേഷം നമ്മളെയും നമ്മുടെ മക്കളെയും കാണുന്നതായിരിക്കുന്ന നമ്മളുടെ പരിചയക്കാർ അല്ലെങ്കിൽ സ്നേഹിതരൊക്കെ അവർ പറയും, അയ്യോ, ഈ മക്കളൊക്കെ വളർന്നു പോയല്ലോ. So, but how many times are we conscious to give thanks to God for the growth which we have experienced? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മക്കള് അവരുടെ ഭൗതികമായിരിക്കുന്ന വളർച്ച മാത്രമല്ല, ആത്മീയമായിരിക്കുന്ന വളർച്ചയും അത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ് എന്ന് എത്ര പ്രാവശ്യം എത്ര സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. Now let us see another reason, the fourth reason. എന്നാൽ അതിന് ദൈവത്തിന് നന്ദി പറയാനുള്ള നാലാമത്തെ ചിന്ത നമ്മൾക്ക് ചിന്തിക്കാം. We can see from verses 11 to verses 30. ഇവിടെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. Let us read. വായിക്കാതെ. You crown the year with your bounty. Your wagon tracks overflow with abundance. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. Verse 12. The pastures of the wilderness overflow. The hills gird themselves with joy. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. And verse 13. The meadows clothe themselves with the flocks. The valleys deck themselves with the grain. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. And what they do? They shout and sing together for joy. അതുകൊണ്ട് അവ എന്താണ് ചെയ്യുന്നത്? അവ ആർക്കുകയും പാടുകയും ചെയ്യും. This is the actually according to us, maybe people like me, this should be the first item of praise. പ്രിയമുള്ളവരെ, നമ്മളുടേതായിരിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമായിട്ടിരിക്കേണ്ടത് ഈ നാലാമത്തെ കാരണമാണ്. Because his barns are full with harvest. നമുക്കറിയാം, അവരുടെ ആ ധാന്യ വണ്ടികളെല്ലാം ധാന്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. So what else to think about? Because God has immensely blessed us with a great harvest. ഭയങ്കരമായിരിക്കുന്ന ഒരു വിളവ് ദൈവം നമ്മൾക്ക് നൽകി, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വർഷത്തെ വിളവ് നമ്മൾക്ക് നൽകി. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നന്ദി പറയുവാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമായിട്ട് ഇതിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. But in the list of praises, psalmist doesn't put that as the first. പ്രിയമുള്ളവർ, എന്നാൽ സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ല ചെയ്തത്. ദൈവത്തെ ആരാധിക്കുവാൻ നന്ദി പറയാനുള്ള ആദ്യത്തെ കാരണം എന്നുള്ള നിലയിൽ ഈ ഭൗതികമായിരിക്കുന്ന സമൃദ്ധിയല്ല താൻ തിരഞ്ഞെടുത്തത്. He said, forgiveness of sins is the greatest item. നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന് നന്ദി പറയുവാനുള്ള ആദ്യത്തെ ഒന്നാമത്തെ കാരണമായിട്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് തിരഞ്ഞെടുത്തത് ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു, എനിക്ക് പാപക്ഷമ ലഭിച്ചു, ദൈവത്തോട് അടുപ്പിച്ചു എന്നുള്ള കാരണമാണ് താൻ ഒന്നാമതായിട്ട് തിരഞ്ഞെടുത്തത്. Second is God's ruling of the universe or his creation. രണ്ടാമത്തെ കാരണമായിട്ട് താൻ എടുത്തിരിക്കുന്നതായിരിക്കുന്ന കാര്യം ഈ ഭൂമിയെ ദൈവം അതിനെ സൃഷ്ടിക്കുകയും അതിനെ ശരിയായ രീതിയിൽ ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാരണം. And third item again, it is not even in the third. Third is also he is saying, God visits the earth and
gives it rain. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണമായിട്ടും താൻ പറയുന്നത് മറ്റൊരു കാര്യമാണ് ധാന്യ സമൃദ്ധിയല്ല. അവിടെ താൻ പറയുന്നത് ദൈവം ഭൂമിയെ സന്ദർശിക്കുന്നു, അതിനെ നനയ്ക്കുന്നു, അതിന് ഫലഭൂഷ്ടി കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. People like us, get excited only when physical blessings come. പ്രിയമുള്ളവരെ, ഭൗതികമായിരിക്കുന്ന സമൃദ്ധി ലഭിക്കുമ്പോഴാണ് നമ്മൾ ആവേശം കൊള്ളുന്നത്, ആഹ്ലാദം കൊള്ളുന്നത്, നമ്മൾക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ സന്തോഷം വരുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിലാണ്. Until unless some material great achievements come in my life, I am not excited. അതുപോലെ എൻ്റെ ജീവിതത്തിലും ആ രീതിയിലുള്ള എന്തെങ്കിലും ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ ലഭിക്കുമ്പോഴാണ് ഞാൻ ആവേശഭരിതനാകുന്നത്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുകയില്ല. I am waiting for a day that I make something really good. ഒരു വളരെ അപൂർവമായിരിക്കുന്ന അത്യുജ്വലമായിരിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാം എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ മനോഭാവം. Okay, till then I will shut my mouth. അതുവരെ ഞാൻ വലിയ നന്ദി പറയാനുള്ള കാരണങ്ങളൊന്നുമില്ല, ഞാൻ മിണ്ടാതിരിക്കുക. It's so great to praise God because what happened to your life? സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്നു, എന്താണ് ദൈവത്തിന് നന്ദി പറയാനുള്ള ഇത്ര വലിയ കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത്? I couldn't achieve anything big. വലിയ ആളുകൾ ചിന്തിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ആ രീതിയിൽ കരസ്ഥമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നേടുവാൻ സാധിച്ചിട്ടില്ല. But what about our forgiveness? പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപക്ഷമ എന്നുള്ള കാര്യം അത് വളരെ മഹത്തായിരിക്കുന്ന കാര്യമല്ലയോ? Sovereign power ruling the whole universe. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരമമായിരിക്കുന്ന അധികാരം അവന് നന്ദി പറയുവാൻ, അവന് സ്തുതി കരയേറ്റുവാനുള്ള ഒരു കാരണമല്ലയോ? What about God frequently visiting the earth and involve in the affairs of the world? ഈ ഭൂമിയെ സന്ദർശിക്കുന്ന, അതിനെ നനയ്ക്കുന്ന, അതിലെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടല് അവന് നന്ദി പറയുവാനായിട്ടുള്ള ഒരു കാരണമായിട്ടില്ലയോ? Let us now look into the physical blessing part. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമുക്ക് ആ ഭൗതികമായിരിക്കുന്ന സമൃദ്ധിയുടെ കാര്യത്തിലേക്ക് വരാം. So first we can observe from this 3 verses 11, 12 and 13. We can observe 3 things. ഇവിടെ 3 കാര്യങ്ങൾ ഈ 11, 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. God's goodness surrounds the whole earth. നമുക്കറിയാം, ഇവിടെ ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത് അതൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ചില സമയത്തേക്കോ മാത്രമല്ല, അത് ഒരു സംവത്സരം മുഴുവനും നിലനിൽക്കുന്ന ഒരു നന്മയായിട്ടാണ് സംഗീതക്കാരനോട് പറയുന്നത്. Verse 11 we read, you crown the earth with your bounty. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. We know crown is put normally on our head. നമുക്കറിയാം, ഒരു കിരീടം എന്ന് പറയുന്നത് അത് നമ്മുടെ തലയിൽ അണിയുവാനുള്ള ഒരു കാര്യമാണ്. That is not placed at a particular place. It surrounds the head. ഒരു കിരീടം എന്ന് പറയുന്നത് അത് ചില ഇതിൽ കാണുന്ന പോലെ ഇവിടെ ഫ്രണ്ട് മാത്രം കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കവർ ചെയ്യുന്നതല്ല, അത് തലയിലെ മുഴുവനായിട്ട് കവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇരിക്കുന്നത്. It is also a sign of great honor. നമുക്കറിയാം, അത് വളരെ ഓണറിന്റെ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഒരു കിരീടം ഇരിക്കുന്നത്. God surrounds the whole earth with his goodness. അതുപോലെ ദൈവത്തിന്റെ നന്മയും അത് വർഷം മുഴുവനും നിലനിൽക്കുന്ന, അതിനെ മുഴുവൻ വലയം ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. Not at a particular season alone. If you really look into, we can see God's blessing, God's goodness throughout every season. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സമയത്തേക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സമയത്തേക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത്. അതൊരു വർഷം മുഴുവനും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. So God's goodness surrounds the whole year. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നന്മ അതൊരു വർഷം നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. Now look at verse 12. 12ാം വാക്യം. The pastures of the wilderness overflow, the hills gird themselves with joy. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. Even wilderness places overflow. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്നത് പൊതുവെ വരണ്ട ഉണങ്ങിയതായിരിക്കുന്ന ഒരു നിലമായിട്ടാണ് നമ്മൾ അതിനെ കണക്കൂട്ടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ആ മരുഭൂമിയിലെ പുൽപ്പുറങ്ങളും പുഷ്ടി പൊഴിക്കുന്നു. What happened? How come wilderness overflow? ഇവിടെ എങ്ങനെയാണ് മരുഭൂമിയിലെ കാര്യങ്ങൾ അതിങ്ങനെ പുഷ്ടി പൊഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ സമൃദ്ധമായിട്ട് വളരുവാനായിട്ട് സാധിക്കുന്നത്? Look at the previous verse, last part. അതിന്റെ മുമ്പുള്ള വാക്യം നമ്മൾ വായിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാകും. Verse 11 part B. അവിടെ 11ാം വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം. Your wagon tracks overflow with abundance. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. What is wagon tracks? ഈ വാഗൺ ട്രാക്സ് അല്ലെങ്കിൽ ഈ ധാന്യം വഹിച്ചുകൊണ്ട് പോകുന്നതായിരിക്കുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ, so basically these wagons are used by kings to travel. നമുക്കറിയാം, ഈ വാഗൺസ് അല്ലെങ്കിൽ ഈ വാഹനങ്ങള്, ഈ വണ്ടികള് ഈ രാജാക്കന്മാർ അവരുടെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. So like a chariot. നമുക്കറിയാം, ഒരു രഥം പോലെയാണ് അതിരിക്കുന്നത്. So the poet is imagining
God's wagon, the wagon carrying God when it moves through the path. അപ്പോൾ ദൈവത്തെ ഭജിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഈ ഒരു രഥം അല്ലെങ്കിൽ ഈ വാഹനം അതിങ്ങനെ മുന്നോട്ട് പാതയിൽ കൂടെ പോകുമ്പോൾ Both the sides overflow. അപ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അത് നിറഞ്ഞ തുളുമ്പി രണ്ട് വശത്തേക്കും വീഴുകയാണ്. You know, when God comes, gets involved, there will be blessing. പ്രിയമുള്ളവരെ, ദൈവം വരുമ്പോൾ, ദൈവം സന്ദർശിക്കുമ്പോൾ, ദൈവം അതിലെ കടന്നു പോകുമ്പോൾ അത് അനുഗ്രഹപൂർണ്ണമായിട്ട് തീരും. You know, many a times we don't preach a prosperity gospel. നമുക്കറിയാം, നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളല്ല. But you know, the sad thing is we totally ignore whatever prosperity God has given us. എന്നാൽ അതിൻ്റെ സങ്കടകരമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിലും ദൈവം നമ്മൾക്ക് നൽകിയ നന്മ സമൃദ്ധിയെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയും ചിലപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. If you ask me, you know, what I received during last year. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഉണ്ടായതായിരിക്കുന്ന ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചതായിരിക്കുന്ന നന്മ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, the first things which comes to my mind, അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഓർക്കുവാൻ സാധിക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ will be my disappointments. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. Vehicle met with an accident. എൻ്റെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. I had a hospitalization. അപ്പോൾ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. I'm not saying about me, I'm just imagining, okay? Thomas and brother is staring at me. You know, many a times we think about disappointments because we keep track of that. ഇങ്ങനെയുള്ള ചില അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിൻ്റെയും വേദനയുടെയും കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് ആദ്യം ഓർക്കുവാൻ സാധിക്കുന്നത്. But you know, if you really examine our lives, we can see God has immensely blessed us, even materially. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ വലിയവനായിരിക്കുന്ന ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിച്ചതിൻ്റെ അനവധി കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. You know, when church at Kalamassery started, നമുക്കറിയാം, ഈ കളമശ്ശേരിയിലെ സഭ തുടങ്ങിയപ്പോൾ it started as a house church. അതൊരു ഭവന സഭ എന്നുള്ള നിലയിൽ ഒരു വീട്ടിലാണ് അത് കൂടി വന്നത്. You know, we were all meeting in our various houses. നമുക്കറിയാം, പല ഭവനങ്ങളിലായിട്ടാണ് കളമശ്ശേരി സഭ ആദ്യകാലങ്ങളിൽ കൂടിയത്. But God has blessed us with a beautiful hall. നമുക്ക് നല്ല മനോഹരമായിരിക്കുന്ന ഒരു ഹാളിൽ ഇന്ന് ആരാധിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. During that time, very few of us had vehicles. ആ സമയത്ത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. Now almost all of us have vehicles. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലാവർക്കും വാഹനമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ചുരുക്കമാണ്. Some of us have multiple vehicles. ചിലർക്ക് ഒന്നിലധികം വാഹനങ്ങളുണ്ട്. See, God has immensely blessed us. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലയോ? So you know, because you know, your wagon tracks overflow and with abundance. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ വാഹനം അത് നിറഞ്ഞ് കവിഞ്ഞ് അത് ഇരുവശങ്ങളിലേക്കും അതിന്റെ സമൃദ്ധി കവിഞ്ഞു വരികയാണ്. So verse 12 says that even affected the pastures of the wilderness. അപ്പോൾ ആ മരുഭൂമിയിലെ പുൽപ്പുറങ്ങളിലേക്ക് ഇത് വീണിട്ട് അവിടെ അത് വളർന്ന് അവിടെയും വളരെയധികം പുഷ്ടിയുള്ള വളർച്ചയുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിൽ. So dear brothers and sisters, there will be experience of wilderness in our own life. നമ്മുടെ ജീവിതങ്ങളിലും ഒരുപക്ഷേ വരേണ്ടതായിരിക്കുന്ന മരുഭൂമിയുടേതായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Sufferings in our life. നമ്മളുടെ ഇടയിലും ദുഃഖത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കഷ്ടതയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. But you know, our God when passed through our life, എന്നാലും our dryness vanishes. പ്രിയമുള്ളവർ, എന്നാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ സന്ദർശിച്ച് താൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുമ്പോൾ വരേണ്ടതായിരിക്കുന്ന ദുഃഖത്തിൻ്റെതായിരിക്കുന്ന കഷ്ടതയുടേതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ സമൃദ്ധമായിരിക്കുന്ന രീതിയിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അവിടെ ആ നിറഞ്ഞു തുളുമ്പുന്ന കവിയുന്നതായിരിക്കുന്ന സമൃദ്ധിയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും. But you know, God is, even when we were depressed, God is, you know, passing through our life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിന്റെ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ തൻ്റെ ആ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിന്ന് കവിഞ്ഞ് തുളുമ്പി വീഴുന്നതായിരിക്കുന്ന ആ സമൃദ്ധിയുടെ അനുഭവം അത് നമ്മുടെ ജീവിതങ്ങളെയും സമൃദ്ധമാക്കുവാൻ മതിയായതാണ്. Verse 12, the second part saying, the hills gird themselves with joy. ഇവിടെ അതുകൊണ്ട് കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. So you know, God brings joy into our life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം ആനന്ദം കൊണ്ടുവരാൻ കഴിവുള്ളവനായിരിക്കുന്ന ഒരു ദൈവം. Yeah, in verse 13 we read, verse 13, the meadows clothe themselves with the flocks, the valleys deck themselves with the grain. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. They shout and sing together for joy. അവ ആർക്കുകയും പാടുകയും ചെയ്യും. So third thing I would like to say from here is two things I said from this passage already.
First one, God's goodness surrounds the whole year. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നന്മ അതൊരു സംവത്സരം മുഴുവനായി നിറഞ്ഞു കവിയുന്നതായിരിക്കുന്ന ഒരു നന്മയാണ്. Second one, even wilderness places overflow. പ്രിയമുള്ളവരെ, മരുഭൂമിയുടേതായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയും പുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ സാമീപ്യം I would like to say is from this verse 13. ഇവിടെ 13-ാം വാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. So God's blessing demands our response. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. Here we see, even flocks and grain, they shout and sing together for joy. ഇവിടെ ഈ ആട്ടിൻകൂട്ടങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങളും അതെല്ലാം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Can they, literally shout and sing? അവർക്ക് സന്തോഷിക്കുവാനും ആ രീതിയിൽ ആനന്ദിക്കുവാനും നന്ദി പറയുവാനും സാധിക്കുമോ? It's a poetical language. നമുക്കറിയാം, അതൊരു കാവ്യാത്മകമായിരിക്കുന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. Because they are assumed as people. അവിടെ ആ ഒരു ആട്ടിൻകൂട്ടങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ അതിനെ മനുഷ്യരോട് ഉപമിച്ചുകൊണ്ട് അവരങ്ങനെ അവരുടെ നന്ദിയുടെ വാക്കുകൾ ദൈവത്തോട് പറയുന്നു എന്നുള്ള നിലയിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. A poetic tool called personification. അവിടെ ആ രീതിയിൽ ഒരു കാവ്യാത്മകമായിരിക്കുന്ന ശൈലിയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. But the thing is to remind us that even those flocks and grain, they shout and sing for joy. So that how much more should we? എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ട കാര്യം, ഈ താഴ്വരകളിലെ ആട്ടിൻകൂട്ടങ്ങളും ധാന്യങ്ങളും എല്ലാം അവർക്ക് സാധിക്കുന്ന രീതിയിൽ ദൈവത്തിന് നന്ദി പറയുകയും ആർക്കുകയും പാടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം അധികമായിട്ട് വാക്കുകൾ കൊണ്ട് അത് പറയുവാൻ സാധിക്കുന്ന നമ്മളത് ചെയ്യേണ്ടതായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മൾക്ക് നൽകിയ നന്മകളോടുള്ള ബന്ധത്തിൽ, അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ അവന് നന്ദി അർപ്പിക്കുന്ന ആളുകളായിട്ടാണോ നാം ഇരിക്കുന്നത്? When we do not respond, we will be missing that joy. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ നന്ദി പറയാതിരിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ നന്മയുടെ സന്തോഷം പൂർണ്ണമായിട്ട് നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. Last week we heard about ലുദിയയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുകയുണ്ടായി. So Lydia, God opened the heart of Lydia. That is what we heard. ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. And what did Lydia do? ലുദിയ എന്താണ് ചെയ്തത്? We read that Lydia opened their house for others. ലുദിയ തന്റെ ഭവനം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് നമ്മൾ കേൾക്കുകയുണ്ട്. So how many of us are willing to open our house? പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളെ തുറന്നു കൊടുക്കാൻ നമ്മൾ എത്ര പേർ തയ്യാറാകും? I said, we began this journey, this church meetings in various houses. അപ്പോൾ നമ്മുടെ കളമശ്ശേരി സഭയുടെ തുടക്കം പല ഭവനങ്ങളിലായിരുന്നു നമ്മൾ പറയുകയുണ്ടായല്ലോ. Many houses hosted believers. ഒത്തിരി ഭവനങ്ങളിൽ വിശ്വാസികൾക്ക് താമസിക്കുവാൻ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുവാനായിട്ട് അവർ തയ്യാറായി. But when God blessed us with a hall, എന്നാൽ ഇന്ന് നമ്മൾക്കൊരു ഹോളുണ്ട്. our houses are shut. നമ്മൾ ഈ ഒരു ഹോള് തുറന്നുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വീടുകൾ അടഞ്ഞുപോയി. Very very sad thing. അത് നമ്മൾ മറ്റുള്ള ആളുകളെ സ്വീകരിക്കുവാനെങ്കിൽ അല്ലെങ്കിൽ അവരെ സൽക്കരിക്കുവാൻ നമ്മുടെ ഭവനങ്ങൾ ആ രീതിയിൽ നമ്മൾ തുറക്കപ്പെടുക. We have put a very big gate. നമ്മൾക്ക് ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്. And in the gate we will write praise the Lord. അവിടെ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. But the houses are shut. Nobody can enter there. പക്ഷേ ആ വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് വിശ്വാസികൾക്കോ അവിശ്വാസികൾക്കോ ഒന്നും പ്രവേശനമില്ല. See, I'm telling because I was writing the history of our church. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സഭയുടെ ചരിത്രം ഈ ദിവസങ്ങളിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. Not this church, the church where I belong to now. Okay, ഷാർജ ചർച്ചിനെ ചരിത്രം ഞാൻ എഴുതുകയാണ്. Around 6-7 people who partnered in forming our church. 6-7 കുടുംബങ്ങളാണ് ഞങ്ങളുടെ ചർച്ച് തുടക്കകാലത്ത് അതിന്റെ ഭാഗവാക്കായിട്ടുണ്ടായിരുന്നത്. And few of them still remain there. അവിടെ ആ ആളുകളിൽ മിക്കവാറും ആളുകൾ അവിടെ ഉണ്ട്. So when I interviewed them, അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തിന്റെ ദിവസങ്ങളായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ അന്യോന്യം ഭവനങ്ങളിൽ ദിവസേന എന്നവണ്ണം അവർ കൂടി ചേരാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബൈബിൾ സ്റ്റഡികളും പ്രയർ മീറ്റിംഗുകളും ഒക്കെ ഈ ഭവനങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതേ ആളുകൾ ദൈവം അവർക്ക് ധാരാളമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊടുത്തു. God blessed them with the big houses.
അപ്പോൾ അവർക്ക് വലിയ ഭവനങ്ങൾ ലഭിച്ചു. When they hosted in the beginning, they were in the shared accommodation. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ദിവസങ്ങളിൽ അവർ മറ്റുള്ള ആളുകളെ സൽക്കരിക്കുകയും ആതിഥ്യം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മറ്റ് ആളുകളോടൊപ്പം ജീവിക്കുന്ന രീതിയിലാണ് ഷെയ്ഡായിട്ടുള്ള താമസ സ്ഥലങ്ങളിലാണ് അവർ വസിച്ചിരുന്നത്. Shared accommodation, you may not be familiar. If you come to the Middle East, you will see in one apartment there will be 3-4 families. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞായിരിക്കുന്ന ഗൾഫ് നാടുകളിലൊക്കെ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ 3-4 ഭവനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതായിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. One family will remain in one room. അപ്പോൾ ഒരു മുറിയിൽ ഒരു കുടുംബത്തിലെ ആളുകളെല്ലാം Husband, താമസിക്കുന്ന wife ഒരു and കാര്യമാണ്. children all together. എല്ലാ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും ഒരു മുറിയിലായിരിക്കും. And kitchen they have to share with other families of that particular. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിലെ കിച്ചൺ എന്ന് പറയുന്നത് അടുക്കള എല്ലാ അവിടെ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളും കൂടെ ഒരുമിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. Such a limited facility, they invited brothers into their room. അപ്പോൾ അങ്ങനെ താമസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അത്രയും പരിമിതമായിരിക്കുന്ന സൗകര്യങ്ങളിൽ മറ്റ് സഹോദരങ്ങളെ സ്വീകരിക്കുവാൻ സൽക്കരിക്കുവാൻ അന്ന് സാധിച്ചു. I knew it very well because I interviewed those people and I documented it. അപ്പോൾ എനിക്ക് ഈ കാര്യം ശരിയായിട്ട് മനസ്സിലായി. കാരണം ഞാൻ അവരോട് സംസാരിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയും ചെയ്തു. Few of them now live in very lavish houses. അപ്പോൾ അതിൽ ചില ആളുകൾക്ക് ദൈവം വളരെയധികം സമൃദ്ധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊടുത്ത് അവർ വളരെ വലിയ ഭവനങ്ങളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. They are moving around the best vehicles in the world. ഏറ്റവും നല്ല വില കൂടിയ കാറുകളിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ അവരുടെ ഭവനങ്ങൾ അടഞ്ഞു പോയി എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം. So, everybody is asking, how can we bring that initial excitement? അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമുക്ക് ആദ്യ കാലങ്ങളിലുണ്ടായിരുന്ന ആ സന്തോഷം ആവേശം ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും? So, I think we should learn from Lydia. അപ്പോൾ ലുദിയയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് She പറയുവാനുള്ളത്. opened her house. അവൾ തന്റെ ഭവനം തുറന്നു കൊടുത്തു. Are we willing to open our house? നമ്മളുടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുവാൻ ആ For രീതിയിൽ prayer നമ്മൾ തയ്യാറാണോ? meeting, for fellowship meetings, for Bible classes. പ്രിയമുള്ളവരെ, കൂട്ടായ്മകൾക്കായി, പ്രാർത്ഥനായോഗങ്ങൾക്കായി, ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകൾക്കായി നമ്മൾ ഭവനങ്ങൾ തുറന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? The Christian joy will come back into our life. നമ്മളുടെ ജീവിതത്തിലെ ആ ക്രിസ്തീയ സന്തോഷം, ആ കൂട്ടായ്മയുടെ മാധുര്യം വീണ്ടും നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് Verse 13 സാധിക്കും. says they shout and sing together for joy, together. അവര് അവിടെ ആർക്കുകയും പാടുകയും ഒരുമിച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. Not a flocks alone, not grain alone, all together. പ്രിയമുള്ളവരെ, അവിടെ അവര് എല്ലാവരും കൂടി ഒരുമിച്ച് അവർക്ക് ലഭിച്ചായിരിക്കുന്ന നന്മയെ ഓർത്ത് ദൈവത്തിന് പാടുകയും സ്തുതിക്കുകയും. If you read the book of Acts, we read repeatedly together. They were together. They were together. അവർ ഒരുമനപ്പെട്ട ഒരുമിച്ച് എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തിയിലെ ആ ചരിത്രം വായിക്കുമ്പോൾ അനേക തവണ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. So, dear brothers and sisters, our blessings have become our hindrances. പ്രിയമുള്ളവരെ, നമ്മളുടെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഇന്ന് ഒരു തടസ്സങ്ങളായി മതിൽക്കെട്ടുകളായി തീർന്നിരിക്കുന്നു എന്ന് സങ്കടത്തോടുകൂടി പറയട്ടെ. That was not the original reason for God to bless us. പ്രിയമുള്ളവരെ, നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ആ രീതിയിൽ മനസ്സ് വെച്ചത് ആ കാര്യങ്ങൾ തുടർന്ന് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ അതെല്ലാം ഇന്ന് നമ്മൾ നിർത്തിക്കളഞ്ഞിരിക്കുകയാണ്. So let us pray and close this. നമ്മൾക്ക് പ്രാർത്ഥിച്ച് നമ്മളുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. Our gracious Heavenly Father, we thank you and praise you for giving us this wonderful time to go through the book of Psalms, particularly Psalm number 65. Father, we could see the list of things which David is stating to praise and thank God. He wrote this psalm in the context of a harvest. But the harvest was not his first item to praise God. Father, it really reminds us, all of us, that the greatest problem which we faced in our life was not material things. It was spiritual need. Our sin was our greatest problem. And thank you, Father, for dealing with our sins, sending your Son into this world, and by his sacrifice on the cross, each and every one of us could receive eternal life and forgiveness of sins. That is our greatest item of praise, Father. Help us to be never ever forget this great truth in our life, Father. We could also see that he was conscious about God's ruling of the universe, that we take it for granted. Today we could reach the church hall because there was peaceful atmosphere around. Because behind that, God worked politically. There is a peaceful thing
remaining in this world. Father, thank you for reminding us that you are a God of blessing also. You blessed us immensely in our life. Father, we commit each and every one of us into your care, Lord. Help us to not to allow those blessings as a hindrance for the furtherance of the gospel, furtherance of God's kingdom. Help us, Father, to use all the facilities which you have given to us for your glory and for sharing with others and also to glorify your name. Thank you for the beautiful Psalm number 65, which you have given us. Thank you for visiting your own creation. Thank you for sending rain and winds on time and blessing us immensely. Commit each and every one of us into your care. Continue to lead us and guide us. You take all glory and honor. In Jesus' most precious name we pray. Amen. Thank you.